ചേച്ചി മഞ്ചേച്ചി ശാലു ചേച്ചി രണ്ടുപേരും അകത്ത് കയറിയിട്ടാണ് പറിച്ചല്ലേ? അത് അടിപൊളിയായി. നിങ്ങളുടെ കടയാണ് അത് അടിപൊളിയായി. അതെ അതെ വാരിക്കൊണ്ട് പോവാണ് തീർച്ചയായിട്ടും. ഞാൻ വിചാരിച്ചു പുറത്തായിരുന്നല്ലോ ഇപ്പൊ എന്താ പ്ലാനിങ്? ശാലുവിന്റെ അവസ്ഥ എന്താ പറയാ? എലി പുന്നല് കണ്ട അവസ്ഥയാണ്. എന്ത് ചെയ്യണോ അറിയത്തില്ല, കയ്യിൽ നിന്ന് പോയി നിൽക്കുക. അടിപൊളി സാറേ, അതല്ല ഞങ്ങള് ചോദിച്ചു, നിങ്ങളുടെ സ്റ്റാഫിനോട് ചോദിച്ചു. ഞങ്ങൾ സെറ്റ് സാരി കളക്ഷനിൽ ചെന്നു. ഭയങ്കര സെറ്റ്, എല്ലാം പല പല ഡിസൈൻ എല്ലാം എടുക്കാന്നുള്ളൂ. ഞങ്ങൾ ചോദിച്ചു എന്തിനാ ഇത്രയും ഡിസൈൻ വെച്ചിരിക്കുന്നത്, ഒരു ഡിസൈൻ പോരെ? ഞങ്ങൾക്ക് ഇത്ര കൺഫ്യൂഷൻ വരുമോ? ഞങ്ങൾക്ക് ഒട്ടും സമയമില്ല, ഞങ്ങൾ അത് പർച്ചേസ് ചെയ്ത് അല്ല 4 കളക്ഷനൊക്കെ മതിയായിരുന്നു. ഒരുപാട് കൂടുതലാണ്, കൺഫ്യൂഷൻ ഉണ്ട് ഏതെടുക്കണം എന്നുള്ളത്. ചോദിക്കാനുണ്ട്, നിങ്ങൾ എന്തുകൊണ്ട് കൊച്ചിയിൽ ഒരു കട തുടങ്ങുന്നില്ല? ഞങ്ങൾക്ക് സമാധാനമായിട്ട് അവിടെ വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ എന്തുകൊണ്ട് തുടങ്ങിക്കൂടാ? തീർച്ചയായിട്ടും തുടങ്ങാം. തുടങ്ങിയ സപ്പോർട്ട് ഉണ്ടാവും. ഞങ്ങള് ഇന്ന് രാവിലെ എത്ര മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയാന്നറിയോ? ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. ഇതുവരെ വരാൻ പറ്റിയില്ല, ഇന്നാണ് പറ്റിയത്. രാവിലെ ഞങ്ങൾ 4 മണിക്ക് എഴുന്നേറ്റ് റെഡിയായി 5 മണിക്ക് റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് അവിടെ നിന്ന് വരികയാണ്. എല്ലാവരും ട്രിവാൻഡ്രം നല്ലായിരുന്നു. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും നമ്മൾ കൂടുതൽ സംസാരിച്ച സമയങ്ങൾ അവര് അല്ലേ 2 മണിക്ക് പോകേണ്ട ആൾക്കാരാണ്.